Good morning children. Today we can study about area. The amount of surface enclosed by a closed plane figure is called its area. The amount of surface enclosed by a closed plane figure is called its area. If it is a rectangle, area means this. The amount of surface enclosed by this closed plane figure. ഈ പോർഷൻ ഇത്രയും പോർഷൻ പറയുന്നതാണ് ഏരിയ. പെരിമീറ്റർ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ബൗണ്ടറിയുടെ മാത്രം മെഷർമെൻ്റ് ആണ്. ഈ ബൗണ്ടറി മാത്രമാണ് പെരിമീറ്റർ. ഏരിയ എന്ന് പറയുന്നത് അത് ഫുൾ കവർ ചെയ്യുന്നത്, അതിനാണ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, നമ്മൾ ആദ്യം ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കണ്ടുപിടിച്ചിരുന്നത് നമുക്ക് തരുന്ന ആ റെക്റ്റാങ്കിളിനെ 1 യൂണിറ്റ് ലെങ്തുള്ള സ്ക്വയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. 1 യൂണിറ്റ് ലെങ്തുള്ള സ്ക്വയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് എത്ര സ്ക്വയർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യും. അതായിരിക്കും ആ ഫിഗറിൻ്റെ ഏരിയ. അപ്പോൾ നമുക്കിവിടെ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. ഇതിൻ്റെ ഏരിയ നമുക്ക് പറയാം 80. പിന്നെ ഇതിന് യൂണിറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പം ലെങ്ത് ആണെങ്കിൽ 1 മീറ്റർ എന്നോ അല്ലെങ്കിൽ 75 സെൻറ്റിമീറ്റർ എന്നോ അങ്ങനെ യൂണിറ്റ് ഉണ്ട് ലെങ്തിന്. അതുപോലെ തന്നെ വെയ്റ്റിന് കിലോഗ്രാം, ഗ്രാം എന്നൊക്കെ നമ്മൾ പറയാറുള്ളതല്ലേ. അതുപോലെ തന്നെ നമുക്ക് ലിക്വിഡ്, ഇപ്പം നമ്മൾ മിൽക്കൊക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് 1 ലിറ്റർ അല്ലെങ്കിൽ 500 മില്ലി ലിറ്റർ, നമ്മൾ ബോട്ടിൽ മിനറൽ വാട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക്സൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിൽ എഴുതിയേക്കുന്നതാണ് 600 ml അല്ലെങ്കിൽ 500 ml. അപ്പോഴത് നമ്മൾക്ക് ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെയുള്ള കപ്പാസിറ്റിയുടെ മെഷർമെൻറ്റാണ് എന്ത്, ലിറ്റർ ഓർ മില്ലി ലിറ്റർ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഏരിയയ്ക്കും യൂണിറ്റ് ഉണ്ട്. ഏരിയയുടെ യൂണിറ്റ് സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ സ്ക്വയർ കിലോമീറ്റർ, ഇതെല്ലാം ഏരിയയുടെ യൂണിറ്റാണ്. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് ഏത് യൂണിറ്റാണോ, സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഏരിയ സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. ലെങ്തും ബ്രെഡ്ത്തും മീറ്ററിലാണെങ്കിൽ ഏരിയ സ്ക്വയർ മീറ്റർ ആയിരിക്കും. ലെങ്തും ബ്രെഡ്ത്തും കിലോമീറ്ററിലാണെങ്കിൽ ഏരിയ സ്ക്വയർ കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ അതിന് നമുക്ക് ഇത് കോമൺ ആയിട്ട് പറയുന്നത് സ്ക്വയർ യൂണിറ്റ്. ഏരിയ ഈസ് ദ യൂണിറ്റ് ഓഫ് ഏരിയ ഈസ് സ്ക്വയർ യൂണിറ്റ്. അപ്പോൾ നമ്മളിവിടെ സ്ക്വയർ യൂണിറ്റ് എന്നാണ് എടുക്കുന്നത് ഈ ലെങ്ത്. ഇപ്പോൾ നമുക്ക് സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇത് മീറ്റർ ആണെങ്കിൽ ഇത് 1 മീറ്റർ ആയിരിക്കും, കിലോമീറ്റർ ആണെങ്കിൽ ഇത് 1 കിലോമീറ്റർ ആയിരിക്കും. അതുകൊണ്ട് ഈ ലെങ്തിന് കോമൺ ആയിട്ട് 1 യൂണിറ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെ എത്ര യൂണിറ്റ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് 6, ബ്രെഡ്ത്ത് ഇത് 1, ഇവിടുന്ന് ഇവിടെ വരെ 2 3. ഇപ്പോൾ ബ്രെഡ്ത്ത് 3. അപ്പോൾ നമ്മൾ ആ സ്ക്വയേഴ്സ് കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് 18 കിട്ടി. നമുക്ക് ഇനി ലെങ്തും ബ്രെഡ്ത്തും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 6 × 3. 6 1 is 6, 6 2s are 12, 6 3s are 18. ഇപ്പോൾ ഇവിടെ നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 18 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് സിമ്പിൾ മെത്തേഡ് ഏതാണ്? ലെങ്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് വലിയ ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമ്മളതിനെ 1 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇപ്പോൾ നമുക്ക് ഒത്തിരി ടൈം വേസ്റ്റ് ആകും. അപ്പോഴത് ആദ്യം അങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ട് വരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് മനസ്സിലാക്കിയത്. ആ ലെങ്തും ബ്രെഡ്ത്തും കൂടെ ചെയ്യുന്നതും നമ്മൾ ആ സ്ക്വയേഴ്സ് തമ്മിൽ കൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും സെയിം ആണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഒത്തിരി ടൈം വേസ്റ്റ് ആകും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ബിഗ് റെക്റ്റാങ്കിൾസും ഉണ്ട്, എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോഴതുകൊണ്ട് നമ്മൾ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ. Area of a rectangle is
length into breadth. Okay. Then next one. Area of a square. Area of a square. We know that in the case of square, all sides are equal. ഇപ്പോൾ ഇവിടെ നമുക്ക് ലെങ്തിൻ്റെ ബ്രെഡ്ത്തും നമ്മളെടുത്തത് എന്തുകൊണ്ടാണ്? ലെങ്തും ബ്രെഡ്ത്തും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് അല്ലേ? ഇപ്പോൾ നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും സെയിം ആണെങ്കിൽ നമുക്ക് ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്ന് വരും. ഇപ്പോൾ നമ്മളിവിടെ സ്ക്വയറിൻ്റെ കേസിൽ നമ്മൾ എടുക്കുന്നത് സൈഡ് ഇൻറ്റു സൈഡ്, അല്ലെങ്കിൽ നമ്മൾ ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്ന് എഴുതിയാലും മതി. ഇപ്പോൾ നമുക്ക് ഏരിയ ഓഫ് എ സ്ക്വയർ, area of a square equal to side into side. Area of a rectangle is equal to length into breadth. Area of a square is equal to side into side. Okay. Area of a square equals side into side. Area of a rectangle is length into breadth. Okay. Then all of you take that page number 138, exercise 7.2. Each square in the following shapes have an area of 1 centimeter square. Give the area of the shaded squares in square centimeters. Remember that 2 half squares make a whole square. ഇപ്പോൾ ഇവിടെ ഹാഫ് സ്ക്വയേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ 2 ഹാഫ്സ് ചെയ്യുമ്പോഴത്തേക്ക് എത്രയാകും? 1 സ്ക്വയർ ആകും. അങ്ങനെ കൗണ്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിമെമ്പർ ദാറ്റ് 2 ഹാഫ് സ്ക്വയേഴ്സ് മേക്ക് എ ഹോൾ സ്ക്വയർ. Then in this figure, look this figure. Do you see this? How many squares are there? Shaded squares. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. Count it. 12 squares. So what is the area of this shaded portions? 12 centimeter square. 12 centimeter square. Or 12 square centimeter or centimeter square. The square centimeter നമുക്ക് വേറെ രീതിയിൽ എഴുതാവുന്നതാണ്. സ്ക്വയർ സെന്റിമീറ്ററിന്റെ അനദർ സിമ്പിൾ ആണ്. ഇത് നമ്മൾ വായിക്കുന്നത് സെന്റിമീറ്റർ സ്ക്വയർ, സെന്റിമീറ്റർ സ്ക്വയർ ഓർ സ്ക്വയർ സെന്റിമീറ്റർ. അല്ലാതെ ഇങ്ങനെ എഴുതി വെക്കുന്നത് 12 സ്ക്വയർ സെന്റിമീറ്റർ. ദിസ് വൺ ഈസ് റോങ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആകും. ഇതൊക്കെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് തെറ്റാണ്. സെൻറ്റിമീറ്റർ സ്ക്വയർ ഓർ സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇവിടെ തന്നിട്ടുണ്ട് ഒരു സ്ക്വയറിൻ്റെ ഏരിയ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ യൂണിറ്റ് നമ്മൾ യൂണിറ്റ് എന്ന് എടുക്കേണ്ട എല്ലാത്തിൻ്റെയും ഏരിയ എന്തായിരിക്കും? അപ്പോൾ സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഫിഗർ. What is the area of this shape? Area of this H shape. Do you see this? How many? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. Area of this figure, shaded portion is 12 centimeter square. Again, 12 centimeter square. Then look this. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. പിന്നെ ഹാഫ് രണ്ടെണ്ണം ഉണ്ട്, അതിൻ്റെ കൂടെ ചേർത്ത് 1 ആയി. അങ്ങനെ 11 + 1 12. There also area is 12. Then look this. ഇത് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഏത് ലെറ്റർ ആണെന്ന് പറയാമോ? This figure representing E. This figure is H. Then look this. Which is this letter? Letter P. Then next one. This letter is Z. Here we can count the squares. 1, 2, 3, 4,
5, 6, 7, 8. ഇപ്പോൾ ഈ 2 halves കൂടെ ചെയ്യുമ്പോഴത്തേക്ക് 8, 9, 10, 11. What is the area of this figure? 11 square centimeter. 11 square centimeter. Okay. ഇപ്പോൾ നമ്മളിവിടെ സ്പേസ് തന്നിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ട് എഴുതിയാൽ മതി, ആ ബോക്സിലോട്ട് എഴുതിയാൽ മതി കേട്ടോ. Then now here is an interesting figure. Find the area of the picture. Each square measures 1 centimeter square. No. Which figure is this? Do you know this? Yes, an elephant. Then you find the area of this figure. This one is homework. Then third question. How cute are you? By looking at the figures, pick the figure which has the greatest area. ഇവിടെ 4 triangles തന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതിൻ്റെ ഏരിയ ആയിരിക്കും കൂടുതൽ? Yes, we know that. The area of the last triangle. Then next one also. Here is given that some circles. Which has the greatest area? This circle has the largest or greatest area. Okay. In the figure, see. Here are given some squares. Here which has greatest area? The last square has the greatest area. In the following figures, calculate the number of squares that the shape fills. Remember to count the half squares. അപ്പോൾ ഹാഫ് സ്ക്വയേഴ്സ് കൗണ്ട് ചെയ്യാൻ മറന്നു പോരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സ്ക്വയേഴ്സ്. അപ്പോൾ ഇവിടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് ഇവിടെ താഴെ എഴുതുക. ഹിയർ ഓൾസോ. ഇവിടെ നമുക്ക് സി മിസ് പറഞ്ഞു തരാം. അപ്പോൾ നോക്കിയേ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21. 21 and a half. So how will write this? 21 and a half. 21 and a half squares. Then here, this figure. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇതിനെ കൂടെ ചേരുമ്പോഴത്തേക്ക് ഈ 2 ഹാഫും കൂടെ ചേരുമ്പോഴത്തേക്ക് 13, then 14 squares. Okay. Which shape has the largest area? നമുക്ക് 21 and a half വന്നു, 14 കിട്ടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 2 ഫിഗേഴ്സ് കൂടെ നോക്കാം. ഫസ്റ്റിൻ്റെത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. Here 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22. So which figure has the largest area? Figure B has the largest area. Then which shape has the smallest area? The last shape, this shape has the smallest area. Okay. Then exercise 7.3. Using the formula, find the area of the following squares. Using the formula, find the area of the following squares. Look this. 5 centimeter this side. We know that all the sides are equal.
Next one. 9. So what is the area of this square? We know that area of a square is side into side. So here side into side, that means 5 into 5. We know that 5 5s are 25. 25 centimeter square or 25 square centimeter. Okay. Then area of this figure, this square, 4 4s are 16. 16 centimeter square. Then area of this figure, we know that 9 1 is 9, 9 2s are 18, 9 3s are 27, 9 4s are 36, 9 5s are 45, 9 6s are 54, 9 7s are 63, 9 8s are 72, 9 9s are 81. 9 9s are 81 centimeter square. So area of this first figure, 5 5s are 25 centimeter square. Area of the second square is 16 centimeter square. Area of the third square is 81 centimeter square. Okay. Then second question, a farmer has a square plot of land whose sides are 23 meter each. Find its area. അപ്പോഴൊരു കൃഷിക്കാരന് ഒരു സ്ക്വയർ ഷേപ്പിലൊരു പ്ലോട്ട് ഉണ്ട്. അപ്പോഴവിടെ കൃഷിയൊക്കെ ചെയ്യുന്നതാണ്. അതിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എത്രയാണ്? 23 മീറ്ററാണ്. അപ്പോഴാ ലാൻഡിൻ്റെ അല്ലെങ്കിൽ ആ പ്ലോട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കും. ഓക്കെ. Then the length of this one side 23 meter. Okay. So area equal to side into side. Area of a square equal to side into side, that is 23 into 23. Okay. We can multiply. We don't know the table of 23, so we can multiply. 3 3s are 3 1 is 3, 3 2s are 6, 3 3s are 9. Right here 9. Then 3 2s are 6. We know that 2 at which place? Tens place. So you should put 0 here. Then 2 3s are 6. 2 2s are 4. So the answer 9 plus 0, 9, 6 plus 6, 12, right 2, 1 is carrying over, 4. 4 plus 1 is 5. So the answer is 529 meter square. Area of this plot. This plot is 529 meter square. 529 meter square. Okay. Then next question. A square wall of side 9 meter is to be painted. Find the area of the wall and the cost of painting it at the rate of ₹2 per square meter. അപ്പം ഒരു സ്ക്വയർ വാൾ, ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു ഭിത്തി പെയിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഭിത്തിയുടെ ലെങ്ത് 9 മീറ്ററാണ്, അല്ലെങ്കിൽ ഒരു സൈഡ് 9 മീറ്ററാണ്. അപ്പോൾ പിന്നെ പെയിൻറ്റിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ വാൾ ആൻഡ് ദ കോസ്റ്റ് ഓഫ് ദ പെയിൻറ്റിങ് ഇറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് ₹2 per square meter. അപ്പോൾ ഒരു സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ സ്ക്വയർ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ₹2 ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട ആ ഏരിയ, അത്രയും പെയിൻറ്റ് ചെയ്യാൻ എത്ര രൂപ വേണ്ടി വരും. ഇപ്പോൾ ആ ഏരിയയെ കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ. So look here, square wall of side 9 meter. നമുക്ക് ഇത് 9 meter suppose.
square wall. One side 9 meter. Okay. So area of this wall is 9 into 9. That is 81 meters square. 81 meters square. We know that the cost of painting 1 square meter. 1 meter square equal to rupees 2. ഇപ്പോൾ 1 meter square പെയിന്റ് ചെയ്യാൻ 2 rupees ആണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് the cost of painting the wall. നമുക്കറിയാം വാളിൻ്റെ ഏരിയ 81 ആണ്. സോ 81 into 2. 81 into 2. 2 1 is 2. 2 8s are 60. So how many rupees need? Rupees 162. ഇപ്പോൾ ഒരു wall പെയിന്റ് ചെയ്യണം. ആ വാളിൻ്റെ ലെങ്ത് ഒരു സൈഡിൻ്റെ ലെങ്ത് 9 meter ആണ്. So area equal to side into side. That is 9 into 9, 81 meters square. The cost of painting 1 meter square. 1 meter square paint ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് 2 rupees. So the cost of painting the wall. നമുക്കറിയാം ആ വാളിൻ്റെ ഏരിയ 81 ആണ്. അപ്പോൾ painting the wall എന്ന് പറയുമ്പോൾ 81 into 2. That is 162 rupees. Okay. Thank you.